Hello everyone, welcome to yet another session of Aspirants Academy. പഠിച്ചതൊക്കെ മറന്നു പോകുന്നവരാണോ നിങ്ങൾ? ഷോർട്ട് നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയില്ല? കറണ്ട് അഫെയർ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ കറണ്ട് അഫെയറിന്? ഇങ്ങനെയൊക്കെ ഡൗട്ടുള്ളവരാണെങ്കിൽ ഈ സെഷൻ ഒന്ന് കണ്ടു നോക്കാം, ചിലപ്പോൾ ഉപകാരപ്പെടും. ഈ PSCൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ? സാഗരം പോലെ കുറേ കാര്യങ്ങളുണ്ടാവും, അവിടുന്നും ഇവിടുന്നും കുറേ ബുക്കുകൾ ഉണ്ടാവും അല്ലേ? നമുക്ക് ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗട്ടുകളായിരിക്കും. കുറേ ടെലഗ്രാം ചാനൽ ഉണ്ടാവും, യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, ഏത് ഫോളോ ചെയ്യണം, ഏതിലാണ് കൂടുതലുള്ളത്, ഇതൊക്കെ ഭയങ്കര ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. ഇനി ഏതെങ്കിലും ഒരു ഗൈഡ് എടുത്ത് വെച്ച് പഠിച്ചു എന്നിരിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേനും ആ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു, പക്ഷെ എക്സാം ആകുമ്പോഴത്തേനും ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആൻസർ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റൊക്കെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടികൾ പറയുന്നത്, ഞാൻ എല്ലാം പഠിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒക്കെ മറന്നു പോകുന്നു. എങ്ങനെയാണ് ഇത് മറക്കാതെ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇതെല്ലാം ഓർത്തെടുത്ത് എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുമ്പം എന്താ ചെയ്യുക? ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴോ എക്സാം എഴുതാനിരിക്കുമ്പോഴോ ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത് നമുക്കുള്ള ടെൻഷൻ, നമുക്കുള്ള പേടി, ഇതൊക്കെ നമുക്ക് മാറ്റി. നമ്മൾക്കൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഈ പഠിക്കുന്നതൊക്കെ വരുമോ എക്സാമിന്, ഇനി ഞാൻ ഈ പഠിക്കുന്നതൊക്കെ നാളെ ഓർത്തിരിക്കുമോ, അല്ലെങ്കിൽ എക്സാമിന് വരുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമോ, ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകൾ ഒഴിവാക്കാം. പിന്നെ ടെൻഷൻ അടിച്ച് പഠിക്കാണ്ടിരിക്കുക, അയ്യോ ഇത്ര മണിയായി പെട്ടെന്ന് എനിക്ക് തീർക്കണം, അല്ലെങ്കിൽ ഇത് തീരുമോ പെട്ടെന്ന് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു പേടി, ടെൻഷൻ, ഇതൊക്കെ ഒഴിവാക്കുക. അതൊരു എക്സാം എഴുതാൻ പോകുന്നവർക്കോടും പറയേണ്ട ഉള്ളത് ഇത് തന്നെയാണ്. ടെൻഷൻ, പേടി, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂളായിട്ട് എഴുതി കഴിഞ്ഞാൽ എക്സാം ഒരു 100% നമുക്ക് ഫേവറബിൾ ആയിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ പഠിക്കാനിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം എടുത്ത് കളയേണ്ടത് ടെൻഷനും പേടിയാണ്. പിന്നെ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല മറന്നു പോകുന്നത്. ഈ PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഈ മറന്നു പോവുക, അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് മറക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകാരോട് ചോദിച്ചു നോക്കുക, അവർക്ക് മറവി ഉണ്ടായിരുന്നില്ലേ, അവർ മറന്നു പോയിട്ടില്ലെന്ന് ഉണ്ടാവും, അവർ മറന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ മറവി എന്നത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അതൊരു സ്വാഭാവികമായിട്ടൊരു കാര്യം, നോർമലാണ്, ഈ മറക്കുക എന്നുള്ളത് നോർമലാണ്. അപ്പം മറക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. റിവിഷനാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മറക്കാതിരിക്കണോ, നിങ്ങൾ റിവിഷൻ നടത്തണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് മറക്കാതിരിക്കാനുള്ളതിൻ്റെ ഫസ്റ്റ് ഫോർമോസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചു, അത് അവരെന്തായിരിക്കും നമ്മൾ ഗൈഡിലൊക്കെ ഇങ്ങനെ എസ്സേ പോലെ എഴുതിയായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിരിക്കും. പക്ഷേ ഒന്നെങ്കിലും നമ്മൾ ഗൈഡിൽ ഹൈലൈറ്റ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വട്ടം വീണ്ടും വായിക്കുമ്പോൾ ആ ഹൈലൈറ്റ് ചെയ്ത് വെച്ച പോയിന്റ്സ് നമ്മൾ വീണ്ടും സ്ട്രെസ് ചെയ്ത് വായിക്കുക. അതല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ഷോർട്ട് നോട്ട് ബുക്ക് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ ഇന്ന് വായിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലികാവകാശങ്ങളാണെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൽ മറന്നു പോകാൻ ചാൻസ് ഉള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക. ഇങ്ങനെ ആ ഗൈഡിൽ എഴുതി വെച്ചേക്കുന്ന പോലെ നിങ്ങളുടെ നോട്ടിൽ എഴുതാനാണെങ്കിൽ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഒരു എക്സാം നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് എടുക്കുക, നിങ്ങൾ അതൊന്നുകൂടെ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് റിവിഷനാണ്. ഈ റിവിഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർമ്മ നിലനിൽക്കാൻ സഹായിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുമ്പം ഇഷ്ടത്തോടു കൂടി പഠിക്കാം. ആ ഒരു ടോപ്പിക്കിനോടൊരു ഇഷ്ടം ഉണ്ടാവുക. ആ ടോപ്പിക്കിനോട് ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവർ തന്നിരിക്കുന്ന പോലെ പോയിന്റ് വൈസ് മാത്രം വായിച്ച് അവിടെ ഇവിടെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എന്താണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ജോഗ്രഫി തന്നെ ഒരു ഇന്ത്യൻ ജോഗ്രഫി എടുത്തു. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പം നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ചു വെക്കരുത്. നമ്മൾ കോഡിട്ട് പഠിക്കാറുണ്ടല്ലോ, മറന്നു പോകാതിരിക്കാൻ കോഡ് ഉപയോഗിക്കാറുണ്ട്. അതൊരു ഇഫക്റ്റീവ് മെത്തേഡാണ് കോഡ്. പക്ഷേ എല്ലാ കേസിലും കോഡിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഡ് നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല. അപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം കോഡ് വെച്ച് പഠിക്കാം. ഞാൻ അങ്ങനെ ഒരാളാണ്, വളരെ കുറച്ച് കാര്യത്തിന് മാത്രമേ കോഡ് വെച്ച് പഠിച്ചുള്ളൂ. അതും വേറൊരാളുടെ കോഡ് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ പറയും ഇത് പഠിക്കാനൊരു എളുപ്പമാർഗ്ഗം, ഇത് പഠിക്കാനൊരു എളുപ്പ കോഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരാറുണ്ട്. ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കോഡുകളാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ്.
ഇനിഷ്യേറ്റീവ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കോഡ് ഇടുക. അതാണ് ഏറ്റവും മറന്നു പോകാതിരിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു ആൻസർ ഓർത്തെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കോഡ് ഓർത്തെടുക്കേണ്ടി വരും. ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രതിസന്ധി എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അല്ലെ, കോഡ് ഓർത്തെടുക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് നല്ലത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, നമ്മുടെ രീതിയിലുള്ള കോഡുകൾ ഉണ്ടാക്കുക, അതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പം ഇന്ത്യ ജോഗ്രഫീനെ പറ്റി പഠിക്കുമ്പം നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു കോഡൊക്കെ ഉണ്ട് അല്ലേ. എല്ലാവരും ഈ PSC വരുന്ന എല്ലാവരും ആ കോഡ് പഠിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കോഡ് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇന്ത്യ ജോഗ്രഫി, ആ ജോഗ്രഫിയുടെ മാപ്പ് എടുത്ത് വെക്കുക. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങേയറ്റത്ത് ഗുജറാത്ത് അല്ലേ, അപ്പോൾ ഗുജറാത്തിൽ നിന്നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇങ്ങനെ ഓർഡറിൽ പഠിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് കിടക്കുന്ന ആ ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞ് അങ്ങനെ അത് ഇപ്പം ഫസ്റ്റ് ഡേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല, സെക്കൻഡ് ഡേ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. ഇത് എപ്പോഴും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആ കോഡ് പഠിക്കുന്ന സമയം മതിയല്ലോ ഇങ്ങനെ റിവൈസ് ചെയ്യാൻ. ഇത് വേറെ പല കേസിലും നിങ്ങൾക്ക് സഹായകരമാണ്. ഇത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മാത്രമല്ല, നിങ്ങളിപ്പോൾ മാൾവ പ്ലേറ്റിനെ പറ്റി പഠിക്കുന്നു, നമ്മുടെ ഡെസേർട്ടിനെ പറ്റി പഠിക്കുന്നു, ചോട്ടാനാഗ്പൂർ പ്ലേറ്റിനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് വ്യാപിച്ചു കിടക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണ റിവർ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാപ്പ് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇന്ത്യ ജോഗ്രഫി പഠിക്കാം. മാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ സ്ഥാനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, ഈ PSCക്ക് മാത്രമല്ല ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും കുറച്ച് ആൾക്കാരുടെ മുന്നിൽ നിങ്ങളിപ്പോൾ ടൂറ് പോകാനിരിക്കട്ടെ ഇന്ത്യയിൽ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. അല്ലാതെ വെറുതെ കോഡ് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. എക്സാമിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വരില്ല, കോഡ് ചിലപ്പോൾ മറന്നു പോകും അല്ലേ, അല്ലെങ്കിൽ പിന്നെ എക്സാമിന് പോയിരുന്ന കോഡ് ആലോചിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇന്ത്യ ജോഗ്രഫിനെ പറ്റി പഠിക്കുമ്പോഴും കേരള ജോഗ്രഫിനെ പറ്റി പഠിക്കുമ്പോഴും മാപ്പ് എടുത്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഓർമ്മയിൽ നിൽക്കണമെന്നൊന്നും ഇല്ല, പക്ഷെ പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ വരുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ വേറൊരു ടിപ്പ്, പഠിച്ചത് ഓർമ്മ നിൽക്കാനും പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള വേറൊരു ടിപ്പാണ് വിഷ്വലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസ് ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾ ആദ്യം കയറിയിട്ട് ചൈനീസ് വിപ്ലവം അറിയാവുന്ന ഒരാൾക്കറിയാം, സാംസ്കാരിക വിപ്ലവത്തെ പറ്റിയിട്ട് ആദ്യം പഠിക്കരുത്. ആദ്യമേ പോയി സാംസ്കാരിക വിപ്ലവം 1966 മാവോ സേതുങ്, അത് കഴിഞ്ഞിട്ട് ചൈനീസ് വിപ്ലവം 1911 നമ്മുടെ സന്യാസൻ, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ആദ്യം ഏത് നടന്നത്, നമ്മുടെ ചൈനയുടെ വിപ്ലവം 1911 സന്യാസൻ, അതിനുശേഷമാണ് ഈ ചിയാങ് കൈഷക്കും മാവോ സേതുങ്ങും ഒക്കെ വരുന്നത്. അപ്പം അതൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക, ഏതാണ് ആദ്യം നടന്നത്, അവിടെ നിന്നൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക. അപ്പം എന്താണ് 1911 നമ്മുടെ ചൈനയിൽ വിപ്ലവം നടന്നു, ആരായിരുന്നു, സന്യാസൻ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പഠിക്കുക. ഇതെല്ലാം ഗൈഡിലുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താ, എന്തുകൊണ്ട് ചൈനയിൽ വിപ്ലവം നടന്നു, ആരൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ, നമ്മുടെ ബ്രിട്ടൻ, അമേരിക്കയുടെ പോളിസി, തുറന്ന വാതിൽ നയം, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതൊരു കഥ പോലെ പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും കാണാൻ പഠിക്കരുത്, കഥ പോലെ പഠിക്കുക. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്നു, വേറെ രാജ്യങ്ങളൊക്കെ ചൈനയിൽ വന്നിട്ട് അവരുടെ രീതിയിൽ എന്താ പറയുക, വ്യവസായങ്ങൾ സ്ഥാപിക്കാനും അവരുടെ സ്വാധീനങ്ങൾ ചൈനയിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ അതിനെതിരെ ഉള്ളൊരു വിപ്ലവമായിരുന്നു ചൈനീസ് വിപ്ലവം എന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തുറന്ന വാതിൽ നയം ആരാ കൊണ്ടുവന്നേ, കറുപ്പ് വിപ്ലവം, കറുപ്പ് നയം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ കറുപ്പെന്ന് പറഞ്ഞ സാധനം ചൈനയിൽ കൊണ്ടുവന്ന ഏത് രാജ്യക്കാരാണ് എന്നൊക്കെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെ പഠിക്കുക. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. അവരിങ്ങനെ ചൈനയിൽ വന്നതും ആ കറുപ്പ് കൊടുത്തതും ആൾക്കാർക്കൊക്കെ ഒരുമാതിരി മെൻ്റലി അൺസ്റ്റേബിൾ ആയതും ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് പിന്നെ പഠിക്കുക നമ്മുടെ ചൈനീസ് വിപ്ലവം, സന്യാസൻ, ആ ടൈമിൽ സന്യാസം വന്നിട്ട് ചൈനീസ് വിപ്ലവം 1911 അല്ലെങ്കിൽ അത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സന്യാസനാണ്. അതിനുശേഷം സന്യാസം മരിച്ചുപോയി. സന്യാസത്തിന് ശേഷം ചിയാങ് കൈഷക് അത് ഏറ്റെടുത്തു. അതിനുശേഷം വന്ന ആളാണ് മാവോ സേതുങ്. അതിന് ലോങ് മാർച്ച് 1934 ലോങ് മാർച്ച് കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് പറയുന്ന കേൾക്കാൻ നമ്മുടെ ബ്രെയിനിന് കൂടുതലും വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത്
നമ്മളിപ്പോൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഈ പത്രവാർത്തയുടെ ഗുണം അതാണ്, അവരിങ്ങനെ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് തരും. അപ്പോൾ നമ്മളത് കാണുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയിട്ടാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടും അവിടെ വന്നിട്ടുള്ള നമ്മുടെ മദർഷിപ്പായ സാൻ ഫെർണാൻഡോൻ്റെ ഒക്കെ ഒരു പടമൊക്കെ അതിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കൂടുതലും ബ്രെയിനിൽ രജിസ്റ്റർ ആവുന്നത് ഈ വിഷ്വലി കിട്ടുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് ബ്രെയിനിൽ രജിസ്റ്റർ ആവുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ഇമാജിനേഷൻ ചെയ്യുക, കണ്ട് എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ മെമ്മറി കൂട്ടാനുള്ള വേറൊരു മെത്തേഡാണ്. പിന്നെ യൂട്യൂബിലാണെങ്കിൽ തന്നെ ഈ ചൈനയുടെ വിപ്ലവത്തെ പറ്റിയും അമേരിക്കൻ വിപ്ലവത്തെ പറ്റിയും PSCൻ്റെ ക്ലാസ് അല്ല, അതല്ലാതെ കഥകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കഥ ഇതുവരെയാ അങ്ങനെ എന്തൊക്കെയോ ഒരു ചാനലുണ്ട് കേട്ടോ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ചൈനീസ് വിപ്ലവത്തെ പറ്റി PSCൻ്റെ ചാനലൊന്നും അല്ല, അല്ലാതെ ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് അതിൻ്റെ പിന്നിൽ നടന്ന കഥ, ബാക്ക്ഗ്രൗണ്ട് കഥകൾ, എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ അവർ ഫുൾ കഥ പറയും. അവർ PSC ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കത്തില്ല കഥ പറയുന്നത്, അവർ ഫുള്ള് കഥ പറയും. അപ്പം നമുക്ക് ചിലപ്പോൾ അത് കാണാനുള്ള സമയം ഉണ്ടാവില്ല, വീട്ടിൽ ജോലി ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് PSC പഠിക്കണം. അപ്പോൾ ഈ കഥ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മുന്നോട്ട് പോകണമെന്ന് വരില്ല. അവർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യം, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാം, ആവശ്യമില്ല നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അത് കാണാൻ ടൈം ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കിട്ടും. ആണ് ഞാൻ പറയുന്നത്. ടൈം ഉള്ളവരാണെങ്കിൽ ആ കഥയൊക്കെ കേൾക്കുക, അല്ലാത്തവരാണെങ്കിൽ ഗൈഡ് വായിച്ചിട്ട് ആ കഥയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഷോർട്ട് നോട്ട് എഴുതണമെന്ന്. അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ബുക്ക് വേണം. അതല്ലാതെ നമുക്ക് വേറൊരു ഷോർട്ട് നോട്ട് ബുക്കും കൂടെ വേണം. അതായത് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റ്, 82.5 ഡിഗ്രി കടന്നു പോകുന്ന 82.5 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ, ബൈ ക്യാമറൽ സിസ്റ്റംസ് ഉള്ള നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ, അതുപോലെ വെസ്റ്റേൺ ഗാർഡ്സ് കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ലാത്ത സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ ലോകസഭാ സീറ്റ് ഒരെണ്ണം മാത്രമുള്ള സ്റ്റേറ്റുകൾ, രാജ്യസഭാ സീറ്റ് ഒരെണ്ണം മാത്രമുള്ള സ്റ്റേറ്റുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്റ്റുകളുണ്ട്. ഇത് നമ്മൾ എപ്പോഴും മറന്നുപോകും. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അവിടെ എന്നുള്ള രീതിയിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാം. ഈ ബൈക്യാമറലൊക്കെ ഈ കഴിഞ്ഞ PYQവിൽ 2-3 എക്സാമിലൊക്കെ അടുപ്പിച്ച് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ ബൈക്യാമറൽ എന്നൊക്കെ പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് വരുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേറൊരു ബുക്ക് എടുക്കുക. വേറൊരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പം ഇയർ, നമ്മുടെ ആര്യ സമാജം വന്ന ഇയർ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്, നമ്മുടെ രാമകൃഷ്ണ മിഷൻ വന്ന ഇയർ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പം നവോത്ഥാന നായകന്മാരെടുത്തു കഴിഞ്ഞാൽ നവോത്ഥാന നായകന്മാരുടെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഷോർട്ട് നോട്ടിന് വേറൊരു പുസ്തകം തന്നെ എടുക്കുക. അങ്ങനെയുള്ള ഷോർട്ട് നോട്ട് അതിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്, അല്ലെങ്കിൽ പരീക്ഷയുടെ 2 ദിവസം മുന്നേ ഈ ഒരു ഷോർട്ട് നോട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് പോവാവുന്ന, അല്ലെങ്കിൽ മിക്കുള്ളവർക്കും ഇതാണോ അതാണോ എന്ന് പറഞ്ഞ് തെറ്റിപ്പോവാവുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് അത് വായിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ 2 ഷോർട്ട് നോട്ട് ഉണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഷോർട്ട് നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരു ഷോർട്ട് നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തതെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ടോപ്പിക്കാണ് ഞങ്ങളുടെ ഷോർട്ട് നോട്ടിൽ ഉണ്ടായിരുന്നതെന്ന് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും എനേബിൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ അവസാനിച്ചിട്ടില്ല, അടുത്തൊരു ടോപ്പിക് ഉണ്ട്. അപ്പം കറണ്ട് അഫെയറിൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കറണ്ട് അഫെയർ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. കറണ്ട് അഫെയർ ഞാൻ ഏതൊക്കെ സോഴ്സിലൂടെയാണ് പഠിച്ചത്. ഒരിക്കലും ഞാനൊരു ന്യൂസ് പേപ്പർ ഡയറക്റ്റ് എടുത്ത് വെച്ചിരുന്ന് രാവിലെ എണീച്ച് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചു അത് വായിക്കുക, അങ്ങനെ ഒരു മെത്തേഡല്ല ഞാൻ ഫോളോ ചെയ്തത്. കാരണം ന്യൂസ് പേപ്പറിൽ ഇപ്പം നമ്മൾ ഏതൊരു ന്യൂസ് പേപ്പർ എടുത്താലും ഈ ന്യൂസിനെക്കാട്ടിലും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കുക, പരസ്യത്തിനാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് എന്ന് ഫിൽട്ടർ ചെയ്ത് പഠിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലൊരു സോഴ്സ് കണ്ടെത്തുക. ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും, കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും. ടെലഗ്രാമിൽ കുറേ ചാനലുണ്ട്. അപ്പോൾ ഞാൻ മെയിൻലി ഫോളോ ചെയ്ത ടെലഗ്രാം ചാനലാണ്. കൂടാതെ യൂട്യൂബിൽ നമ്മുടെ സിപ്പി നൂറുദ്ദീൻ സാറിൻ്റെ EM ഫീവർ എന്ന് പറയുന്ന ചാനലിൽ അവർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കയറി കാണാറുള്ള ഒരാളാണ്. അതേപോലെ നമ്മുടെ സൈലത്തിൻ്റെ അവരും ഇടയ്ക്കൊരു വീഡിയോ പോലെ ഇങ്ങനെ ഇടാറുണ്ട്. ടൈം കിട്ടുമ്പോഴൊക്കെ അതും ഇരുന്നൊരു കാണുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ മെയിനായിട്ട് ഫോളോ ചെയ്തത് ടെലഗ്രാമിൻ്റെ പത്രവാർത്തകൾ എന്ന് പറഞ്ഞൊരു ചാനലാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ
അതിൽ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ ക്ലിപ്പുകളെല്ലാം പല ന്യൂസ് പേപ്പറിൽ നിന്ന് അവർ ഫോട്ടോ എടുത്തിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ താഴെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റാസ്, അതിലുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് അവർ പെരക്കിയെടുത്ത് ടൈപ്പ് ചെയ്ത് എഴുതിയിടും. അപ്പോൾ നമ്മുടെ കാര്യം കുറച്ചുകൂടെ സിമ്പിളാണ്, നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി ഫിൽട്ടർ ചെയ്ത് തരും, നമ്മളത് വായിക്കാം. നമുക്ക് അതിനകത്തിൽ കയറി വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവർ താഴെ അവരുടെ ഇതിൽ ടൈപ്പ് ചെയ്ത് തരും. അപ്പോൾ അത് ജസ്റ്റ് വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി ഫോളോ ചെയ്തത്. അതുകൂടാതെ നമ്മുടെ ആനുകാലികം എന്ന് പറഞ്ഞ ചാനലുണ്ട്, പിന്നെ CA-PD ഉണ്ട്, CA@360 ഉണ്ട്. അതിൽ CA@360 എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു ചാനലാണ്. കാരണം ഡെയിലി ഞാൻ അവരുടെ ചാനൽ ഫോളോ ചെയ്യാറില്ല. പകരം ഒരു മന്ത് എൻഡ് ഒക്കെ വരുമ്പോൾ അവരൊരു മന്തിൻ്റെ മെർജ് ചെയ്തൊരു ഫയൽ തരും. അപ്പോൾ ആ ഒരു മന്തിലെ മെർജ് ചെയ്ത ഫയൽ എടുത്തിട്ട് വായിക്കുക ചെയ്യുക. ഒരു 100 പേജൊക്കെ ഉണ്ടാവും അവരുടെ മന്ത് എൻഡിൻ്റെ ഫയൽ എന്ന് പറയുന്നത്. കാരണം അത്രയും ഇൻഫർമേഷനാണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എന്താ പറയുക, നമ്മുടെ റഷ്യ യുക്രൈൻ വാറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റായ നാറ്റോനെ പറ്റിയിട്ട് പറയും. നാറ്റോ വന്ന വർഷം പറയും, നാറ്റോയിൽ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് പറയും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയും. അങ്ങനെയുള്ള എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ കൂടി അതിൽ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിവിഷൻ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് അത് തോന്നിയിരുന്നു. പിന്നെ അടുത്തതാണ് ഈ കറണ്ട് അഫെയറിന് നമുക്ക് PDF-കൾ കിട്ടുന്നുണ്ട്. എക്സാമിനടുത്ത് നമ്മുടെ ഗൈഡുകളൊക്കെ ഈ ലക്ഷ്യാണെങ്കിലും പ്രൈം ആണെങ്കിലും പിന്നെ ടാലൻ്റ് ആണെങ്കിലും ഇവരൊക്കെ ഗൈഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമിനോടടുത്ത് ഒരു 2024-ലെ 2023-ലെ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പഠിച്ചാൽ പോരെ, നമ്മൾ ഈ നോട്ടൊക്കെ എഴുതിയ സമയം കളയണോ എന്ന് ഡൗട്ടുള്ളവരുണ്ട്. കറണ്ട് അഫെയറിന് നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നറിയാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എനിക്ക് കറണ്ട് അഫെയറിന് ഇപ്പം ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് 2020-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അപ്പം തൊട്ടേ കറണ്ട് അഫെയർ എഴുതി തുടങ്ങിയൊന്നും ഇല്ല. ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ എഴുതണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യമൊക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ട് മാത്രം പഠിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ പത്രവാർത്ത ഫോളോ ചെയ്യും. അപ്പോൾ അതിലെ തന്നെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് കാണും, അതുപോലെ കേൾക്കും. ഇത് മാത്രമായിരുന്നു, നോട്ട് എഴുതിയെടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കും. പിറ്റേ ദിവസം വരുമ്പോൾ അത് വീണ്ടും ചോദിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഓർത്തെടുക്കും, വീണ്ടും പറയും, കിട്ടിയില്ലെങ്കിൽ വീണ്ടും നോക്കും. ഇങ്ങനെയായിരുന്നു. എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ വന്നപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുമ്പോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കറണ്ട് അഫെയർ ഓർമ്മ വരും, ഇന്ന സാധനം എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വരും. അപ്പോൾ അത് ഓർമ്മ വരുമ്പോൾ എനിക്ക് എവിടെ നോക്കണം, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, ഒന്ന് നോക്കണ്ടേ എന്താണ് സംഭവം നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗൂഗിളിൽ തപ്പുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് എന്തിനെങ്കിലും വാലോ അറ്റൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അതിലൊക്കെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആൻസർ കിട്ടുന്ന വരില്ല. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് അതുപോലെ എടുത്ത് നമുക്കറിയാം, നമ്മൾ എഴുതി വെച്ച് നമ്മൾ എവിടെ എഴുതി വെച്ച് നമുക്കൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നോക്കിയാൽ പോരെ എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് പിന്നെ ഞാൻ കറണ്ട് അഫെയർ എഴുതുന്നത് ഒരു ശീലമാക്കി. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ഡെയിലി എഴുതും. അതായത് ഇന്ന് ഇപ്പോൾ 1 ഒക്ടോബർ ആണെങ്കിൽ October 1 എന്ന് പറഞ്ഞിട്ട് അന്നുള്ള കറണ്ട് അഫെയർ ഫുൾ എഴുതി വെക്കും. അങ്ങനെയായിരുന്നു ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇതെനിക്ക് വലിയ ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഇതായിരിക്കും മിക്കുള്ളവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം ഫസ്റ്റ് ഡേ എഴുതി, സെക്കൻഡ് ഡേ എഴുതി, തേർഡ് ഡേ എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോഴും ഇന്നൊരു ന്യൂസ് കണ്ടു, നമുക്ക് ഓർമ്മ കാണത്തില്ല ഇതിപ്പോൾ October 5 നടന്ന ന്യൂസാണ്, അല്ലെങ്കിൽ October 10 നടന്ന ന്യൂസാണ്. അങ്ങനെ നമുക്ക് ഓർമ്മ വരണമെന്നില്ല, അത് എപ്പോഴോ നടന്നൊരു ന്യൂസ് എന്നും പറഞ്ഞിട്ട് നമുക്കത് എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് കറണ്ട് അഫെയർ. അതായത് നമ്മൾ കറണ്ട് അഫെയർ തന്നെ ടോപ്പിക് വൈസ് ഉണ്ടാവും. അപ്പോൾ മിസൈൽസിനെ പറ്റിയിട്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും. ഇപ്പോൾ റഷ്യക്ക് ഒരു മിസൈൽ ഇപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ടാവും. ന്യൂയോർക്ക് വേറൊരു നമ്മുടെ നോർത്ത് കൊറിയ വേറൊരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മിസൈലിനെ പറ്റിയിട്ട് കുറേ ന്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു കറണ്ട് അഫെയറിന് ഒരു ബുക്ക് മാറ്റി വെക്കുക. ഈ ബുക്കിൽ മിസൈൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എഴുതുക. കാരണം ഇപ്പം നിങ്ങൾ വായിച്ചപ്പോൾ മിസൈലാണ് ടോപ്പിക്ക് വന്നത്. അപ്പോൾ മിസൈൽസ് എന്നൊരു ടോപ്പിക് ഹെഡിങ് എഴുതുക, ആ ന്യൂസ് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ സ്പോർട്സിൻ്റെ ന്യൂസാണ് നിങ്ങൾ വായിച്ചെങ്കിൽ ആ പേജ് ആ മിസൈൽസിന് വേണ്ടി ഒരൊറ്റ പേജ് മാത്രം മിസൈൽസിന് മാറ്റി വെക്കുക. അടുത്ത പേജ് എടുക്കുക, സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതുക, സ്പോർട്സ് ന്യൂസുകൾ എഴുതുക. ഇപ്പോൾ 2 സ്പോർട്സ്, ഇന്നൊരു ദിവസം 2 സ്പോർട്സ് ന്യൂസ് കിട്ടി, ആ 2 സ്പോർട്സ് എഴുതിയിട്ടു. ആ
ഒരു പേജ് സ്പോർട്സിന് വേണ്ടി മാറ്റിയേക്കുക, അടുത്ത പേജ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത ഒരു പദ്ധതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ പദ്ധതി ഹെഡിങ് കൊടുക്കുക, പദ്ധതിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ടോപ്പിക് വൈസ് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ, പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഈ പേജിലൊക്കെ എഴുതി, അതിന് മുന്നേ എന്താ നമ്മൾ മിസൈൽസ് ആയിരുന്നു തുടങ്ങിയല്ലേ. അപ്പോൾ മിസൈൽസ് നമ്മൾ ആ പേജിൽ എഴുതി തീർന്നു. ഇനി നമുക്ക് എഴുതാൻ പേജിലെന്നിരിക്കട്ടെ. ഇപ്പം നമ്മൾ സ്പോർട്സ് എഴുതി, അതിനപ്പുറത്ത് നമ്മൾ പദ്ധതി എഴുതി, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിന്നിരിക്കട്ടെ. ഓക്കെ, അതെല്ലാം കളഞ്ഞിട്ട് വേറൊരു ഫ്രഷ് പേജ് എടുക്കുക. മിസൈൽസ് 2 സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഴുതി തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ നമുക്ക് ഇങ്ങനെ ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് ആക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ അതേഴ്സ് അല്ലെങ്കിൽ മിസലേനിയസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് ഞാൻ എഴുതിയത്. അപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു കേസിൽ മിസൈൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് മിസൈലിൽ നിന്ന് നമുക്ക് റിവിഷൻ വേണം. ഏതൊക്കെ മിസൈൽസാണ് പണ്ട് വിക്ഷേപിച്ചത്, അല്ലെങ്കിൽ ഇന്ന രാജ്യം ഏത് മിസൈലാണ് ഈയിടയ്ക്ക് വിക്ഷേപിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് നോട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുക്ക് എടുക്കുക, മിസൈൽസ് എന്നുള്ള ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് മിസൈൽസ് എന്നുള്ള എല്ലാ കറണ്ട് അഫയറും കിട്ടും. ഇപ്പോൾ ഏതൊരു പദ്ധതി വായിച്ചു നമ്മൾ ഇന്ന്, അപ്പോൾ അതിന് മുന്നേ ഉള്ള പദ്ധതികളുടെ നമുക്ക് നോട്ട് വേണമെങ്കിൽ നമ്മുടെ ബുക്ക് എടുക്കുക, പദ്ധതികൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം വായിച്ചാൽ മതി. ആ പദ്ധതികൾ എന്നുള്ള ടോപ്പിക്കിൽ ഫുൾ റിവിഷൻ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് കറണ്ട് അഫയറിൻ്റെ ഷോർട്ട് നോട്ട്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇങ്ങനൊരു ടൈപ്പ് എഴുതുന്നത്. അതുപോലെ നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതിനൊക്കെ വരുന്ന കറണ്ട് അഫയർ നമ്മൾ വായിച്ച് പോയായിരുന്നു. അപ്പോൾ അതിലും റെയർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എഴുതി ചേർക്കുമായിരുന്നു. അപ്പം പല സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ എഴുതിയെടുക്കുന്നുണ്ട്. ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രമല്ല കാര്യങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര അവസാനമൊക്കെ വന്ന ഞാൻ പറഞ്ഞു പോയി. പക്ഷേ എന്താ പറയുക, എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫോണിൽ സ്പേസ് കൂടുതലായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട് വീഡിയോ കട്ടായിപ്പോയി. കുഴപ്പമില്ല, ഞാൻ ബാക്കി പറയാം. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയറിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ബുക്കിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതെനിക്ക് എന്താ പറയുക, നമ്മുടെ ലാസ്റ്റ് ഇറങ്ങുന്ന ഗൈഡ് ഉണ്ടല്ലോ കറണ്ട് അഫയറിൻ്റെ, ആ ഗൈഡ് ഞാൻ വാങ്ങിച്ചിരുന്നു. പക്ഷേ ആ ഗൈഡിനെക്കാട്ടിലും ഞാൻ ആ ഗൈഡ് നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. ആ ഗൈഡിനെക്കാട്ടിലും എനിക്ക് എൻ്റെ നോട്ടാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. എൻ്റെ നോട്ടാണ് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയതായിട്ട് എനിക്ക് തോന്നിയത്. അവരുടെ ഒരിക്കലും ഞാൻ തള്ളി പറയല്ല, കാരണം ഞാൻ എഴുതിയ എൻ്റെ നോട്ട്, എൻ്റെ ഹാൻഡ് റൈറ്റിങ്, ഞാൻ എഴുതിയ എൻ്റെ നോട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റും കുറച്ചും കൂടി ഒരു ക്ലോസ്നെസ് എൻ്റെ നോട്ടിനോടായിരിക്കും. അതുപോലെ തന്നെ ഗൈഡിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ എൻ്റെ ഇതിലുണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെയൊക്കെ ഇപ്പോൾ തൊഴിൽ വാർത്ത വായിച്ചാലും തൊഴിൽ വീതി വായിച്ചാലും അവിടെ എവിടെയൊക്കെ നമ്മൾ പോയിന്റ്സ് കാണുന്നുണ്ടോ, ഇപ്പം മിസൈലിനെ പറ്റിയിട്ടാണെങ്കിൽ ആ മിസൈൽ എന്നുള്ള ടോപ്പിക്കിന് അണ്ടറിൽ എഴുതും. ഇനി വേറെ എന്തെങ്കിലും അതേഴ്സ് ആണെങ്കിൽ അതേഴ്സിൻ്റെ ടോപ്പിക്കിന് അണ്ടറിൽ എഴുതും. അപ്പോൾ പല സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ നോട്ടിലായിരുന്നു കുറച്ചും കൂടി ഇൻഫർമേഷൻ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ബെനിഫിറ്റ് ആവും. ഈ ഒരു ടൈപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവസാനം വരുമ്പോൾ യൂസ്ഫുൾ ആവും. പക്ഷേ ഒരു ദിവസം പോലും വിടരുത്, ഡെയിലി ബേസിസിൽ ഈ സംഭവം തുടരണം. 1-2 ദിവസം നിങ്ങൾക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ക്യാച്ചപ്പ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എഴുതാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഡെയിലി ബേസിസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ മറന്നു പോവാതിരിക്കാനും ഒരു ഇഫക്റ്റീവായിട്ട് ഒരു ഡെയിലി ബേസിൽ നമ്മുടെ എന്താ പറയുക, ഒരു സ്ഥിരതയോട് കൂടിയിട്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേറൊരു മെത്തേഡാണ് കമ്പൈൻ സ്റ്റഡി. ഇപ്പം നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണെങ്കിലും ഓൺലൈനായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ടൊരു കോൺടാക്റ്റ് വെക്കാം. അപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളൊരു 5-6 പേരുള്ള ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ 3-4 പേരുള്ള ഒരു ഗ്രൂപ്പോ ഫോം ചെയ്യുക. എന്നിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കാം. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഉച്ച ചിലപ്പോൾ അവർക്ക് എന്തായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഉണ്ടിട്ട് കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഇരിക്കുക. കാരണം കമ്പൈൻ സ്റ്റഡി ഒരു ഇഫക്റ്റീവ് മെത്തേഡ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മടി വന്നാലും ഈ ഒരു ടൈമിൽ ക്ലാസ് ഉണ്ടല്ലോ, ഈ ടൈമിൽ നമ്മുടെ കൂടെ ഉള്ളവർ പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടെ പോയി ഇരിക്കുകയെങ്കിലും ചെയ്യണം. ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അവരുടെ കൂടെ പോയിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൂഡ് വരും. നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പം ആ ഒരു ഇൻട്രസ്റ്റ് നമുക്കിങ്ങനെ വരും, പഠിക്കാനുള്ള മൂഡൊക്കെ മാറിയിട്ട് പഠിക്കാനുള്ള ഒരു മൂഡൊക്കെ വരും. അപ്പോൾ അതൊരു ഇഫക്റ്റീവ് മെത്തേഡാണ്. ഒരു സ്ഥിരതയോട് കൂടിയുള്ള പഠിത്തത്തിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പൈൻ സ്റ്റഡി. പിന്നെ നമ്മൾ ഇന്ന് കൂട്ടത്തോടെ ഇരുന്ന് നമ്മളൊരു 5-6 പേരുടെ കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വായിച്ചു എന്നിരിക്കട്ടെ. പിറ്റേ ദിവസം വരുമ്പോൾ അതിൽ ഒരാൾ എന്ത് ചെയ്യുക, ഒരാളെ കൊണ്ട് ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് മറ്റാൾക്കാരോട് ചോദിക്കുക.
അപ്പം നമുക്ക് തന്നെ നോക്കിയിട്ട് നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെക്കാട്ടിൽ ബെറ്റർ വേറൊരാൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മൾ മെമ്മറൈസ് ചെയ്ത് പറയാനുള്ളൊരു കുറച്ചും കൂടി ഈസി മെത്തേഡ്. അപ്പം എന്താ ചെയ്യുക, കമ്പൈൻ സ്റ്റഡിയിൽ കുറച്ചും കൂടി മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം കൂടിയാണ് ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി അതെല്ലാം ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ പോൾസ് ഉണ്ട്, ടെലഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ അവർ പോളുകൾ ഇടും, ആ പോളുകളൊക്കെ ചെയ്ത് നോക്കാം. എൻട്രി ആപ്പ് ഉണ്ടല്ലോ, അതിൽ ഫ്രീ ആയിട്ട് എൻട്രി ആപ്പും അക്കാഡമിയിലൊക്കെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ ഫ്രീ എക്സാംസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ്. പിന്നെ അതുപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വിദ്യയിലൊക്കെ അവർ എക്സാംസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, അല്ലാതെ ഓടിപ്പോയി എക്സാം എഴുതിയിട്ടല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പോളുകളും എക്സാമുകളും ചെയ്ത് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ മെമ്മറി. അപ്പം മറന്നു പോയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അപ്പം എടുത്ത് വെച്ച് വായിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മെമ്മറി കൂട്ടുന്നത്, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്. ഇതാണ് മെത്തേഡ് കേട്ടോ. അല്ലാതെ ഇപ്പം ഇന്നൊരു കാര്യം പഠിച്ചപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇന്ന് പഠിച്ചെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കാണ്ടിരുന്നിട്ട് ഒരു 5-6 മാസം കഴിയുന്ന എക്സാമിന് പോയിട്ട് നമ്മൾ ആ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണമെന്നില്ല. എന്ത് ചെയ്യുക, അത് നമ്മളത് റിഫ്രഷ് ചെയ്ത് ഇപ്പം ഇന്ന് പഠിച്ചത് നമ്മൾ അടുത്ത ആഴ്ച നോക്കണം, അതിൻ്റെ അടുത്ത ആഴ്ച നോക്കണം. അങ്ങനെ എല്ലാ ടൈമും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് അത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ പറയാനുള്ളത് എസ്പെഷ്യലി ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ പറയാനുള്ളത്, കാരണം ഞാൻ നേരിട്ട ഒരു പ്രശ്നമായിരുന്നു അത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിരന്തരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡാൻസ്, പാട്ടിലൊക്കെ ഇഷ്ടമുള്ള, പടം വരപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് അതിന് ലൈക്കും നോക്കിയിരുന്ന്, അല്ലെങ്കിൽ റീൽസ് കാണുന്ന ഇതൊന്നും, അല്ലെങ്കിൽ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരാണ് ഈ PSC കടന്നു വരുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സംഭവങ്ങളും നോക്കണം, PSCയും പഠിക്കണം, എല്ലാം കൂടിയിട്ട്. കാരണം ഒരു റീല് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി അവസാനം എന്താ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ടപ്പേന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട ടൈമാണ് നമ്മൾ റീല് കണ്ട് കളയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ എക്സാമിന് PSC കടന്നു വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്നു ചോദിച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം, അതുപോലെ വാട്സപ്പ് എനിക്ക് ആ ടൈമിൽ അത്ര ഉപകാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. വാട്സപ്പ് ഞാൻ കളഞ്ഞിരുന്നു, ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ കളഞ്ഞിരുന്നു. പിന്നെ വാട്സപ്പിൽ നോട്ടൊക്കെ വരാൻ തുടങ്ങി, നമ്മുടെ ഗ്രൂപ്പൊക്കെ വാട്സപ്പിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാട്സപ്പിൽ കയറി. പക്ഷേ എന്ത് ചെയ്തു, സ്റ്റാറ്റസ് ഒക്കെ ഓഫ് ആക്കി. ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല, ആൾക്കാരുടെ സ്റ്റാറ്റസ് കാണാറുമില്ല, അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം പിന്നെ നമ്മൾ വാട്സപ്പിൻ്റെ, പിന്നെ ടെലഗ്രാമിൻ്റെ, യൂട്യൂബിൻ്റെ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴെല്ലാം നമുക്ക് കയറി കാണാനൊരു ത്വര ഉണ്ടാവുള്ളൂ. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുണുകുണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടില്ല, നമുക്കത് എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശബ്ദം, നമ്മുടെ മൊബൈലിൽ നിന്നുള്ളൊരു ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാവില്ല. അതൊരു ഞാൻ ഫോളോ ചെയ്ത ആ മെത്തഡാണ്. എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചു. വേണ്ടാത്ത ആപ്പൊക്കെ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുത്തു. ഇപ്പോഴാണ് ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത്. അതിന് മുന്നേക്ക് ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്, ഒരു ജോലി വാങ്ങുക, ജോലി വാങ്ങിച്ചിട്ട് എന്തോ ആവാമല്ലോ. അപ്പോൾ ജോലി വാങ്ങാനായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. അപ്പം ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ താഴെ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ലിസ്റ്റിലില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. അതെ, ഞാൻ ലിസ്റ്റിലുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ലിസ്റ്റിലുണ്ട്. എൻ്റെ റാങ്ക് 520 എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റാങ്ക് 520 ആണെങ്കിലും ഞാൻ ഇതിലാണ് വരുന്നത്, ഞാൻ ജനറൽ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ടേൺ ഉണ്ടാവും. നമ്മളെക്കാട്ടി മുന്നേ റിസർവേഷൻ ഉള്ളവരൊക്കെ കടന്നു പോകും. EWS, മുസ്ലിം, SC ST, OBC ഇവരൊക്കെ നമ്മുടെ റാങ്കിന് താഴെയുള്ളവരൊക്കെ നമ്മളെക്കാട്ടി മുന്നേ കടന്നു പോകും. അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ 520 നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു റൊട്ടേഷൻ ചാർട്ട് ഇട്ടപ്പം എൻ്റെത് 642 അങ്ങനെ എന്തോ. അപ്പോൾ അതായത് എൻ്റെ മുന്നിൽ 600 ആൾക്കാർ പോയാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുള്ളൂ. അപ്പം ഈ PSC അതുപോലെ തന്നെ ഈ 600 പേർക്കും 3 വർഷം കാലാവധി ഉണ്ട്. 3 വർഷം 600 പേർക്കും ജോലി കിട്ടണമെന്നും ഉറപ്പില്ല. നമ്മൾ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒന്നുമല്ലല്ലോ ഉറപ്പിച്ചിരിക്കാൻ. അപ്പം അതും കിട്ടണമെന്നും ഉറപ്പില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ യൂണിവേഴ്സിറ്റികൾ ഫേസ് ചെയ്യുന്നത് കാരണം നമുക്ക് ആ ലിസ്റ്റ് റിലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ. നിങ്ങൾ പഠിക്കുന്നുള്ളവർ ആ ഒരു റിയാലിറ്റി കൂടെ മനസ്സിലാക്കുക. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം പോരാ. ആദ്യ റാങ്കുകളാണെങ്കിൽ യു വിൽ ബി സേഫ്.
നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുറച്ച് ബാക്കിലോട്ടാണ് റാങ്കിങ്ങിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. റാങ്കിൽ വന്ന് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി, അപ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് വേറെ എന്തെങ്കിലും ഇരിക്കട്ടെ, നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിയമനങ്ങൾ അവർ കറക്റ്റ് ടൈമിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, NGD ഒക്കെ കറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടേൺ വരെ എത്തുന്ന വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇത് കിട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉള്ളൂ. അപ്പം റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രം പോരാ, നിങ്ങൾ വർക്കും കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല, കിട്ടിയ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഞാൻ എക്സാം എഴുതി, എനിക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്, ജോലി കിട്ടുന്നൊരു മാർക്കുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, അഡ്വൈസ് കയ്യിൽ കിട്ടുന്നവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു കാര്യം. കാരണം എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അഡ്വൈസ് കയ്യിൽ കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം LDC നമ്മൾ പഠിച്ചു, എന്നിട്ട് എൻ്റെ വീട് ഇപ്പോൾ തൃശ്ശൂരാണ്. എനിക്ക് വല്ല ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സിലോ വല്ല ജോലി കിട്ടിയെന്നിരിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സ് കിട്ടിയെങ്കിൽ നമ്മൾ പിന്നെ ഫുൾ വർക്ക് ചെയ്യേണ്ട അവിടെയാണ്, ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സിൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ വീടിനടുത്ത് ജോലി കിട്ടാനാണല്ലോ എഴുതിയെടുത്തത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സിലാണെങ്കിൽ നമുക്കൊരു വേറൊരു ഓപ്ഷൻ വേണം. അപ്പോൾ വേറൊരു എക്സാം കൂടെ എഴുതുക. അതിൻ്റെ ആ ടൈമിൽ തന്നെ കുറേ എക്സാംസ് വിളിക്കുമല്ലോ നമ്മൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ. അപ്പോൾ ആ എക്സാംസ് എല്ലാം അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കിട്ടിയെങ്കിൽ നമുക്കത് വേണ്ട, നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ VFA അതുപോലെ വേറെ കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് വേറെ എക്സാംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്മുടെ ഡിസ്ട്രിക്റ്റ് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്, ഒരു എക്സാം മാത്രം ലക്ഷ്യമാക്കി പഠിക്കില്ല, എല്ലാ എക്സാംസും എഴുതുക. ഡിഗ്രി ലെവലിൽ മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 10th ലെവലിൽ മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്യുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് വേണ്ട എന്ന് പറഞ്ഞൊന്നും ഇരിക്കല്ലേ. എല്ലാത്തിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുക. കാരണം എന്താ നടക്കാൻ പോകുന്നത് അറിയില്ല. അതുപോലെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്ന വരെ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തം മുടക്കരുത്. ഇതൊക്കെയാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് ഉഴപ്പാണ്, എന്നാലും പഴയൊരു ട്രാക്കിലേക്ക് എത്തുമ്പം നമ്മൾ സ്റ്റഡി വ്ളോഗൊക്കെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഇപ്പോൾ 2 അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. 2 അഡ്വൈസിൽ പോയതിൽ OSET ആണ്. OSET എന്ന് പറയുമ്പോൾ നമ്മുടെ അതർ കാറ്റഗറി ആണെന്ന് തോന്നുന്നു. നമ്മുടെ ജനറൽ കാറ്റഗറി OBC ഒക്കെ വരുന്ന അതർ കാറ്റഗറിയാണ് OSET. അപ്പം അതിൽ എന്താ പറയുക 88 പോയിരിക്കുന്നത്. 88ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ടോട്ടൽ 146 അങ്ങനെ എന്തോ ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. OSET 88 എൻ്റെ OSET 600 സംതിങ് ആണ് കിടക്കുന്നത്. അപ്പം അത്രയും പോയാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ 3rd അഡ്വൈസ് ഇനി വരാൻ പോകുന്നു. അപ്പം നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ടീമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളും അവരുടെ നിയമനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കൊടുക്കാണ്ടൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്ക്, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പറയാം കേട്ടോ, സജഷൻസ് ഒക്കെ പറയാം, എന്ത് വീഡിയോ ഞാൻ ചെയ്യണം എന്നുള്ളതിൽ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.